അദ്ധ്യായം 91 അശംസ് മക്കയിൽ അവതരിച്ചത്. ഒന്നാം സൂക്തത്തിൽ സൂര്യന്റെ പേരിൽ സത്യം ചെയ്തിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വശംസി വദുഹാഹാ. സൂര്യനും അതിന്റെ പ്രഭയും തന്നെയാണ് സത്യം. വൽ ഖമരി ഇദാ തലാഹാ. ചന്ദ്രൻ തന്നെയാണ് സത്യം, അത് അതിനെ തുടർന്നു വരുമ്പോൾ. വന്നഹാരി ഇദാ ജല്ലാഹാ. പകലിനെ തന്നെയാണ് സത്യം, അത് സൂര്യനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ. വല്ലൈലി ഇദാ യഗ്ശാഹാ. രാത്രിയെ തന്നെയാണ് സത്യം, അത് അതിനെ മൂടുമ്പോൾ. വസ്സമാഇ വമാ ബനാഹാ. ആകാശത്തെയും അതിനെ സ്ഥാപിച്ച രീതിയെയും തന്നെയാണ് സത്യം. വൽ അർദി വമാ തഹാഹാ. ഭൂമിയെയും അതിനെ വിസ്തൃതമാക്കിയ രീതിയെയും തന്നെയാണ് സത്യം. വനഫ്സി വമാ സവ്വാഹാ. മനുഷ്യാസ്തിത്വത്തെയും അതിനെ സംവിധാനിച്ച രീതിയെയും തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. എന്നിട്ട് അതിന്റെ ദുഷ്ടതയും അതിന്റെ സൂക്ഷ്മതയും സംബന്ധിച്ച് അവൻ ബോധം നൽകുകയും ചെയ്തിരിക്കുന്നു. ഖദ് അഫ്ലഹ മൻ സക്കാഹാ. തീർച്ചയായും അസ്തിത്വത്തെ പരിശുദ്ധമാക്കിയവൻ വിജയം കൈവരിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹാ. അതിനെ കളങ്കപ്പെടുത്തിയവൻ തീർച്ചയായും നിർഭാഗ്യമടയുകയും ചെയ്തു. കദ്ദബത് സമൂദ് ബിതഗ്വാഹാ. സമൂദ് ഗോത്രം അതിന്റെ ധിക്കാരം മൂലം സത്യത്തെ നിഷേധിച്ചു തള്ളുകയുണ്ടായി. ഇദ് ബഅസ അശ്ഖാഹാ. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ദുഷ്ടതയുള്ളവൻ ഒരുങ്ങി പുറപ്പെട്ട സന്ദർഭം. ഫഖാല ലഹും റസൂലുള്ളാഹി നാഖതല്ലാഹി വസുഖിയാഹാ. അപ്പോൾ അല്ലാഹുവിന്റെ ദൂതൻ അവരോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ഒട്ടകത്തെയും അതിന്റെ വെള്ളം കുടിയും നിങ്ങൾ സൂക്ഷിക്കുക. فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها. അപ്പോൾ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു തള്ളുകയും ആ ഒട്ടകത്തെ അറുകൊല നടത്തുകയും ചെയ്തു. അപ്പോൾ അവരുടെ പാപം നിമിത്തം അവരുടെ രക്ഷിതാവ് അവർക്ക് സമൂല നാശം വരുത്തുകയും അവർക്കെല്ലാം അത് സമമാക്കുകയും ചെയ്തു. ولا يخاف عقباها. അതിന്റെ അനന്തരഫലം അവൻ ഭയപ്പെട്ടിരുന്നുമില്ല.